കർത്താവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो. ദൈവജന പഠനമായി നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കി തന്ന കർത്താവിൻ്റെ മഹാദയയ്ക്കും കൃപയ്ക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. प्रभु का वचन सीखने के लिए हम लोगों को प्रभु ने और एक बार इकट्ठा लेके आया, इसलिए हम लोग प्रभु को धन्यवाद करते हैं. ദൈവവചനം പഠിക്കുന്നത് നാം ദൈവത്തെ കുറിച്ച് പഠിക്കുകയാണ്. അതിൽ നമുക്ക് വളരെ ഉത്സാഹമുണ്ടാകണം, സന്തോഷമുണ്ടാകണം. നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നാം അല്പമായി മാത്രമല്ല ധാരാളമായി പഠിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി തന്ന കർത്താവിനെ കുറിച്ച് പഠിക്കുവാൻ നമുക്ക് തന്ന ഈ വേദപുസ്തകത്തിൽ നിന്ന് കർത്താവിൻ്റെ ഹിതവും കർത്താവിൻ്റെ വഴിയും കർത്താവിനെ കുറിച്ച് പഠിക്കുവാൻ ലഭിക്കുന്ന ഏത് നിമിഷങ്ങളും അത് വിലപ്പെട്ടതും വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഞാൻ ദൈവവചനം എപ്പോഴും തുറന്ന് വായിക്കുമ്പോൾ ഒരു കുഞ്ഞ് കൗതുകത്തോടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ പുതുതായിട്ട് വായിക്കുന്ന ഒരു കൗതുകമുണ്ടല്ലോ കുഞ്ഞിൻ്റെ മുഖത്ത്, എന്നതുപോലെയാണ് എനിക്കറിയാവുന്ന പാസേജ് പോലും വളരെ കൗതുകത്തോടെ ഞാൻ നോക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ വേദപുസ്തകം വായിക്കാനും പഠിക്കുവാനും. എപ്പോഴും ഈ പുസ്തകം തുറക്കുമ്പോൾ ഇതെനിക്കറിയാമല്ലോ എന്നുള്ള മനോഭാവം വിട്ട് വളരെ കൗതുകത്തോടെ ഒരു പുതുതായി കാര്യം അത് പഠിക്കുമ്പോൾ അതെന്തോ സൂക്ഷ്മതയോടെ സന്തോഷത്തോടെ നോക്കുന്നു എന്നതുപോലെ പുസ്തകത്തെ നമുക്ക് ശ്രദ്ധിക്കണം, പഠിക്കണം. प्रभु का वचन पढ़ना जो है, प्रभु को सीख रहे हैं. We are learning God, right? If you love somebody, अगर आप किसी से प्रेम करते हैं, प्यार करते हैं, सबसे पहली बात क्या करना चाहते हैं? आप उनके बारे में सीखना चाहते हैं, उनको जानना चाहते हैं, राइट? तो जो प्रभु ने अपना जीवन को मेरे और आपके खातिर बदले में दिया हुआ प्रभु को, उस प्रभु को जानना, उस प्रभु के रास्तों को, मर्जी को जानना, कितनी सौभाग्य लोग हैं मैं और आप लोग की हमें ये पुस्तक दिया ताकि हम उसे खोले, पढ़े, समझे और सीखे. तो एक बच्चे की नाई जिस तरह उसके हाथ में एक बुक आता है तो कितना वो गौर से उसे देखता है, कितना खुशी के साथ उसे देखता है, उसी तरह प्रभु के वचन को हमें देखना है. നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചായിരുന്നു. അത് നമ്മൾ കണ്ടത് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യം അല്ല. പ്രത്യുത യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മെൽക്കിസെദെക്കിൻ്റെ പൗരോഹിത്യമായിട്ട് എബ്രായ ലേഖന കർത്താവ് നമ്മളെ കാണിക്കാനിടയായി. എന്താണ് മെൽക്കിസെദെക്കിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത? മെൽക്കിസെദെക്കിനെ ദൈവം തന്നെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല തന്നെ ഒരു പുരോഹിതനാക്കിയത്. ആ പുരോഹിതൻ, ആ വ്യക്തി മെൽക്കിസെദെക്ക് എന്ന് പറഞ്ഞ വ്യക്തി കേവലം പുരോഹിതൻ മാത്രമല്ലായിരുന്നു, ശാലേമിന്റെ രാജാവും കൂടെയായിരുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു പൗരോഹിത്യമായിരുന്നു മെൽക്കിസെദെക്കിന്റെ പൗരോഹിത്യം. താൻ രാജാവും അപ്പോൾ തന്നെ മഹാപുരോഹിതനുമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യം പോലെയല്ല, പ്രത്യേകത മെൽക്കിസെദെക്കിന്റെ പൗരോഹിത്യം പോലെ. എന്ന് പറഞ്ഞാൽ രാജാവും അപ്പോൾ തന്നെ മഹാപുരോഹിതനുമാണ് എന്ന് നാം കാണുവാനിടയായി. हमने आप लोग को याद होगा लास्ट क्लास में हमने देखा था यीशु मसीह का जो हाई प्रीस्ट है, इट इज रिसेंबलिंग और इट इज इन द ऑर्डर ऑफ मेल्किसेदेक, राइट? अहरोन का हाई प्रीस्ट हुड नहीं, यीशु मसीह का हाई प्रीस्ट मेल्किसेदेक का है. क्यों मेल्किसेदेक खासियत क्यों है? क्योंकि मेल्किसेदेक केवल हाई प्रीस्ट का ही नहीं था, बल्कि वो शालेम का राजा भी था. हमने उत्पत्ति में देखा था, पैदाइश में शालेम का राजा और हाई प्रीस्ट, राइट? तो यीशु मसीह का जो हाई प्रीस्ट है मेल्किसेदेक के साथ का नहीं, तो उसका ऑर्डर में, उसका मतलब जीसस इज ऑल्सो द किंग
एंड द आई प्रीस्ट, यीशु मसीह राजा और आई प्रीस्ट है करके हमने देखा. അപ്പൊ ഇങ്ങനെ ഈ ലേഖനകർത്താവ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ആ 5:11 തൊട്ട് 6 അധ്യായം അതിന്റെ 20 വാക്യം വരെ ഒരു ബ്രേക്ക് കൊടുക്കുക. മെൽക്കിസേദെക്കിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. പക്ഷെ 5:11 തൊട്ട് 6:20 വരെ മെൽക്കിസേദെക്കിനെ കുറിച്ച് പറയുന്നേ ഇല്ല പുള്ളി. പിന്നെ ഇനി മെൽക്കിസേദെക്കിനെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ പൗരോഹിത്യത്തെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ആ പൗരോഹിത്യം മെൽക്കിസേദെക്കുമായിട്ട് അതിന്റെ ക്രമപ്രകാരമാണ് എന്ന് ഇനി പറയാൻ പോകുന്നത് 7 അധ്യായം തൊട്ട് 10 അധ്യായം വരെ. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ 5:11 തൊട്ട് 6:20 വരെ മെൽക്കിസേദെക്കിനെ കുറിച്ച് ഈ ലേഖനകർത്താവ് പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. तो 5 का 11 से लेके 6 का 20 तक जो है, अभी तक क्या किसके बारे में बात कर रहे थे? मेल्किसदेक के बारे में. जीसस का आई प्रीस्ट मेल्किसदेक के ऑर्डर में करके बताने के बाद 5 का 11 से लेके 6 का 20 तक मेल्किसदेक का आई प्रीस्ट की हुड के बारे में बताया रहा ही नहीं है ये ऑथर. लेकिन आगे 7 चैप्टर से लेके 10 चैप्टर तक वो सब्जेक्ट को कंटिन्यू करेगा. ठीक है. तो 5 का 11 से लेके 6 का 20 तक is not talking about Melchizedek. Why is not talking about it? That is what we are going to discuss today. क्यों वो नहीं बात कर रहा है मेल्किसदेक के बारे में, वो आज हम लोग देखेंगे. എന്തുകൊണ്ടാണ് താൻ ഇത് ഒരു ബ്രേക്ക് ഇടുന്നത്? മെൽക്കിസദേക്കിനെ കുറിച്ച് കണ്ടിന്യൂ ചെയ്യണം, പക്ഷെ അത് ബ്രേക്ക് ഇടുക. എന്തായാലും കാരണം, അതിന്റെ കാരണം 11 വാക്യം എല്ലാ ദൈവമക്കളും നോക്കിക്കേ. എബ്രായ ലേഖനം 5:11. तो मेल्किसदेक के बारे में क्यों कंटिन्यूस बात क्यों नहीं कर रहा है, उसका रीजन क्या है करके प्रभु के लोग जरा देखे. Hebrews chapter 5 verses 11 पढ़िए. 11 वचन को. इसके विषय में हमें बहुत सी बातें कहनी हैं जिनका समझाना भी कठिन है, इसलिए कि तुम ऊंचा सुनने लगे हो. समझ में आ रहा है आपको? तो 5 का 11 से लेके 6 का 20 तक क्यों ब्रेक है? क्योंकि मेल्किसदेक का हाई प्रीस्टहुड, जीसस का हाई प्रीस्टहुड समझाने के लिए ये ऑथर कह रहा है मुश्किल बात है. सब्जेक्ट का कॉम्प्लेक्सिटी के वजह से नहीं, सब्जेक्ट टफ है इस वजह से नहीं. तुम क्या हो? तुम ऊंचा सुनने लगे हो, ऊंचा सुनने लगे हो. वो मैं समझाऊंगा क्या है. നോക്കിക്കേ 11 വാക്യം. 11 വാക്യം. ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യം ഉള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. അപ്പം എന്തുകൊണ്ടാണ് 5:11 തൊട്ട് 6:20 വരെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ ക്രമപ്രകാരമാണ് എന്നുള്ള കാര്യം കണ്ടിന്യൂ ചെയ്യാത്തതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം 11 വാക്യത്തിൽ നാം കണ്ടത്, നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രയാസപ്പെട്ട കാര്യമായതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് കേൾക്കാൻ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ അതിനുള്ള ആത്മീക പക്വതയില്ലാത്തതാണ് കാരണം. 5:11 തൊട്ട് 6:20 വരെ ഇവരുടെ ആത്മീക പക്വതയെക്കുറിച്ചാണ് ഈ ലേഖനകർത്താവ് പറയുന്നത്. सो 5 का 11 से लेके 6 का 20 तक आगे क्या बात करने जा रहा है? देयर स्पिरिचुअल इमैच्योरिटी. क्यों? क्योंकि 5 का 11 में हमने देखा, इसलिए कि तुम ऊंचा सुनने लगे हो. कुछ बुजुर्ग लोगों से हम लोग बात करेंगे तो आसपास के लोग बोलते हैं ना, ब्रदर या सिस्टर थोड़ा ऊंचा बोलो. क्यों ऊंचा बोलना? सुनाई कम देता है, इसके लिए थोड़ा ऊंचा बोलो. तो अभी यहां का बिलीवर्स लोगों को सुनने का प्रॉब्लम है, कान में प्रॉब्लम है. प्रॉब्लम ईयर्स का नहीं है,
प्रॉब्लम कान में नहीं है, प्रॉब्लम है उनको मन ही नहीं है. They are not wholeheartedly committed to God. So the problem lies not in the ears, it is in the heart. दिल में है ये मसला, दिल में है प्रॉब्लम. ഓക്കെ, അപ്പം 11ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കിക്കേ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായിരിക്കുന്നു. അത് ഹിന്ദിയിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരുടെ അടുക്ക നമ്മൾ ചെന്ന് സംസാരിക്കുമ്പം അവർക്ക് കേൾവിക്കുറവാണെങ്കിൽ അടുത്തിരിക്കുന്നവർ പറയും, ബ്രദറെ സിസ്റ്റർ എന്ന് ഉറക്കെ പറ. അപ്പം നമ്മൾ എന്ത് പറ്റി? കേൾവിക്കുറവാ. അതാണ് ആ വാക്കോട് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലേഖനകർത്താവിന് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് ഇച്ചിരി പാടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ. കാരണം വിഷയം പാടായതുകൊണ്ടല്ല, നിങ്ങൾക്ക് കേൾപ്പാൻ മാന്യമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ആത്മീകമായ മന്ദത, ആത്മീകമായിരിക്കുന്ന അലസത എന്നുള്ള വേർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അലസത, ലേസിയ. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യം മനസ്സിലാക്കാനും അറിയുവാനൊക്കെ ഭയങ്കര മിടുക്ക. പക്ഷെ ആത്മീക വിഷയം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അലസത. അതുകൊണ്ട് കേൾപ്പാൻ മാന്യമായിരിക്കുക. അപ്പോൾ ഇത് ചെവിയുടെ പ്രശ്നമല്ല, ഇത് ഹൃദയത്തിന്റെ പ്രശ്നമാണ്. देखिए, ऊंचा सुनने लगे हो मतलब दुनिया का जो भी बात बोलो बहुत इंटरेस्ट है सुनने के लिए, और दुनिया का कोने कोने में होता हुआ बात सब कुछ पता है. लेकिन यीशु मसीह के विषय के बाद प्रभु का विषय में उतना दिलचस्प नहीं है. एक अर्थ बोलेगा तो इंग्लिश में लिखा है, यू हैव बिकम डल ऑफ हियरिंग. उसका मतलब ये है कि ये लोग आत्मिक सुस्तीपन आ गया है, क्या बोलते हैं कि ढीला हो गया है. ആത്മിക് സുസ്തീപൻ, സ്പിരിച്വൽ ലെത്താർജിക്. അപ്പോൾ ആത്മീകമായിരിക്കുന്ന മന്ദതയും അലസതയും കാരണമാണ് ഇവർക്ക് ഈ കാര്യം മനസ്സിലാകാതിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് 5:11 തൊട്ട് 6:3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പോകും. ഇതാണ് ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. 5:11 തൊട്ട് 6:3 വരെ. तो अभी हम लोग जो है आगे क्या करने के लिए जा रहे हैं, 5:11 से लेके 6:3 तक जो है हम लोग पढ़ने के लिए जा रहे हैं. ठीक है, 5:11 से लेके 6:3. तो भावना सिस्टर पढ़ेगी. मलयालम में कोई भी रेडी हो जाइए पढ़ने के लिए. മലയാളത്തിൽ ആരെങ്കിലും വായിക്കാൻ ഒന്ന് തയ്യാറാകണം. ठीक है, अब पहले हिंदी में पढ़ेगी, फिर मलयालम में पढ़ेगी. इसके विषय में हमें बहुत सी बातें कहनी हैं, जिनका समझाना भी कठिन है, इसलिए कि तुम ऊंचा सुनने लगे हो. समय के विचार से तो तुम्हें गुरु हो जाना चाहिए था, तो अभी यह आवश्यक हो गया है कि कोई तुम्हें परमेश्वर के वचनों की आदि शिक्षा फिर से सिखाए. तुम तो ऐसे हो गए हो कि तुम्हें अन्न के बदले अब तक दूध ही चाहिए, क्योंकि दूध पीने वाले बच्चे को तो धर्म के वचन की पहचान नहीं होती, क्योंकि वह बालक है. पर अन्न सयानों के लिए है, जिनकी ज्ञानेंद्रियां अभ्यास करते करते भले बुरे में भेद करने में निपुण हो गई हैं. इसलिए आओ, मसीह की शिक्षा की आरंभ की बातों को छोड़कर हम सिद्धता की ओर आगे बढ़ते जाएं और मरे हुए कामों से मन फिराने और परमेश्वर पर विश्वास करने और बपतिस्मों और हाथ रखने और मरे हुओं के जी उठने और अंतिम न्याय की शिक्षा रूपी नींव फिर से न डालें. यदि परमेश्वर चाहे तो हम यही करेंगे. മലയാളത്തിൽ നിന്ന് വായിച്ചാട്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു.
പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ വായിച്ച ഈ 5:11 തൊട്ട് 6:3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ലേഖനകർത്താവ് ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് ഇവരെ ആദ്യം അഡ്രസ് ചെയ്യുക. ഇവര് ആത്മീകമായ പക്വതയിലേക്ക് വന്നിട്ടില്ല. അതാണ് ഒന്നാമത്തത് ചെയ്യുന്നത്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് 6 ഓരോരോ ഡിവിഷൻ വെച്ച് നോക്കാം. അതായത് ഇവരുടെ പ്രോബ്ലം കേവലം പറഞ്ഞു പോകുകയല്ല, അതിൽ നിന്ന് ഇവര് പക്വത വന്നില്ലെങ്കിൽ അതിൻ്റെ അപകടം കൂടെ പറയുകയാണ്. ആത്മീകമായിരിക്കുന്ന ശിഷ്യത്വത്തിലേക്ക് എന്നും ആയിരിക്കാൻ കഴിയത്തില്ല. ആത്മീകമായിരിക്കുന്ന പക്വത വന്നില്ല എങ്കിൽ പിന്മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് 6:4 തൊട്ട് പറയുന്നത്. അപ്പോൾ ആത്മീക പക്വത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. देखिए तो 5 का 11 से लेके 6 का 3 तक स्पिरिचुअल इमेच्योरिटी के बारे में बताकर ये लोगों का प्रॉब्लम को एड्रेस कर रहा है और ये लोगों को बोल रहा है कि अगर आप इसी में कंटिन्यू रहेंगे, स्पिरिचुअल बेब्स रहेंगे, इट विल लीड टू अपोस्टेसी. ये आप लोगों को प्रभु को छोड़कर जाने का अनुभव में लेके जाएगा. इट विल लीड टू डिस्ट्रक्शन. तो हमेशा इमेच्योरिटी में रह नहीं सकता है, आपको मैच्योर होना ही पड़ेगा करके वार्निंग दे रहा है 6 का 4 से लेके. वो अगले हफ्ते से हम लोग देखेंगे. तो सबसे पहले इनका प्रॉब्लम को जरा देखेंगे. ഒന്നാമത് ഇവരുടെ പ്രോബ്ലം ഒന്ന് നോക്കാം. കാലം വെച്ച് നോക്കിയാൽ അല്ലേ, 6:12 വാക്യം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ആത്മീക പക്വത എന്ന് പറയുന്നത് ദീർഘകാല വർഷ പരിചയത്തിൽ ലഭിക്കുന്ന ഒരു കാര്യം ആകണമെന്ന് നിർബന്ധമില്ല. ഒരർത്ഥത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് 40 വർഷമായി 50 വർഷമായി എന്നൊരാൾ അവകാശപ്പെട്ടാൽ നല്ല കാര്യം. അതുകൊണ്ട് ആത്മീക പക്വത ആകണമെന്ന് നിർബന്ധമില്ല. അതെന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നത്? ഇവരെ നോക്കി, ഇവരോട് ലേഖനകർത്താവ് പറയുന്നത് കാലം വെച്ച് നോക്കിയാൽ നിങ്ങളിപ്പോ ഉപദേഷ്ടാക്കന്മാരാകേണ്ടതാണ്. ഇപ്പോഴും നിങ്ങൾ എന്ത് കുടിക്കുക? പാൽ. അതിൻ്റെ അർത്ഥം ആത്മീക പക്വത ദീർഘകാല ക്രിസ്തീയ ജീവിതത്തിന്റെ പരിചയം കൊണ്ടോ ദീർഘകാലമായി ഞാൻ പെന്തക്കോസിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് പക്വതയുണ്ട് എന്ന് വേണം നിർബന്ധമില്ല. 99 വയസ്സുള്ള അപ്പച്ചനും ആത്മീകമായ ഒരു ശിശു ആകാം. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ 30 വയസ്സുള്ള യൗവനക്കാരൻ ആത്മീകമായി പക്വതയും വരാം. 99 വയസ്സുള്ളതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ആത്മീക പക്വത എന്നുള്ളത് അത് വയസ്സിലോ അത് ദീർഘകാല നമ്മുടെ അനുഭവത്തിൽ വേണമെന്ന് നിർബന്ധമില്ല. ഒന്നാമത്തെ പാഠം അതാണ് നമ്മൾ പഠിക്കേണ്ടത്. सबसे पहला लेसन देखो, उसका 12 में क्या लिखा है? वक्त के ख्याल से तो तुम्हें उस्ताद होना चाहिए. तो लोग क्या सोचते हैं, मैं क्रिश्चियन होकर अभी मैं 15, 20, 30 साल हो गया तो ऑटोमेटिकली स्पिरिचुअल मैच्योरिटी आता है. ऐसा जरूरी नहीं है. वक्त के हिसाब से इंसान स्पिरिचुअल मैच्योर होना है. अगर नहीं होगा तो 30-40 साल का बंदा भी एक इन्फेंट होकर, बच्चा होकर जी सकता है. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാകണം, ആത്മീകമായിരിക്കുന്ന മെച്യൂരിറ്റി ഉണ്ടാകണം ഒരു ദൈവവൈതന്യം.
ഒരു കാലമുണ്ട്, പാല് കുടിക്കുന്നൊരു കാലമുണ്ട്. ആ കാലം കഴിഞ്ഞ് കട്ടിയായുള്ള ആഹാരം കഴിക്കേണ്ട ഒരു കാലവുമുണ്ട്. കട്ടിയായുള്ള ആഹാരം എന്താണെന്നൊക്കെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന അടിസ്ഥാനത്തിൽ നോക്കാം. അപ്പോൾ ഒരു കാലമുണ്ട്. ആ കാലം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ ആത്മീക പക്വത പ്രാപിച്ചില്ല എങ്കിൽ നാം ഇപ്പോഴും ശിശുവാണ്, ആത്മീക ശിശുവാണ്. तो एक जमाना है, एक जमाने के अनुसार अगर हम लोग नहीं बढ़ेंगे तो हम लोग अभी भी आत्मिक रीति से इन्फेंट से बच्चे हैं. तो एक टाइम है, दूध छोड़ने का टाइम है और സോളിഡ് ഫുഡ് खाने का टाइम है. അപ്പോൾ ഒന്നാമത് ആത്മീക പക്വത വർഷങ്ങളുടെ ദൈർഘ്യമോ എക്സ്പീരിയൻസസ് ഓട്ടോമാറ്റിക് കൊണ്ടുവരുന്നതല്ല എന്ന് ഒന്നാമത് നമ്മൾ പഠിക്കണം. രണ്ടാമത് തെറ്റിദ്ധാരണ, കൃപാവരങ്ങൾ ഉള്ളതാണ് ആത്മീക പക്വതയുടെ ലക്ഷണമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. കൃപാവരങ്ങളുടെ അറിവ് അല്ലെങ്കിൽ കൃപാവരങ്ങൾ ഒത്തിരി ഉള്ളത് എന്ന് പറഞ്ഞാൽ, കൃപാവരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ, നമുക്കറിയാം. പ്രവചിക്കുക, ദൂത് പറയുക, ദർശനങ്ങൾ കാണുക, സൗഖ്യമാക്കുക, കൃപാവരങ്ങൾ എല്ലാം പുതിയ നിയമസഭയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിന്നിട്ടില്ല. എന്നാൽ കൃപാവരങ്ങൾ ഉള്ളത് കൊണ്ട് ആത്മീക പക്വത ആകണം അല്ലെങ്കിൽ ഉണ്ടെന്ന് നിർബന്ധമില്ല. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊരിന്ത്യ സഭ. കൊരിന്ത്യ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്ത സഭയായിരുന്നു കൊരിന്ത്യ സഭ. പക്ഷെ എന്തില്ലായിരുന്നു? 1 കൊരിന്ത്യർ 3:1 പറയാണ്, എനിക്ക് നിങ്ങളോട് ആത്മീകരെന്നതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ശിശുക്കളത്രേ. അപ്പൊ കൃപാവരങ്ങളുണ്ട്, പക്ഷെ ശിശുക്കളാ. ആത്മീക പക്വതയുള്ള വ്യക്തിക്ക് കൃപാവരം ഉണ്ടായിരിക്കാം. എന്നാൽ കൃപാവരം ഉള്ളത് കൊണ്ട് ആത്മീക പക്വത ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. വർഷങ്ങൾ നമുക്ക് പറയുവാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരിക്കാം. ഇത്രയും വർഷം പെന്തക്കോസ്തലായതുകൊണ്ട് ആത്മീക പക്വത വേണം നിർബന്ധമില്ല. ദൈർഘ്യകാലമുള്ളവർക്ക് ആത്മീക പക്വത ഉണ്ടാകണം. പക്ഷേ ഇത്രയും ദൈർഘ്യകാലം ഉള്ളത് കൊണ്ട് ആത്മീക പക്വത ഉണ്ട് എന്ന് നമ്മൾ നനയ്ക്കരുത്. सेकंड मिसअंडरस्टैंडिंग, लोग सोचते हैं कि स्पिरिचुअल गिफ्ट्स है तो स्पिरिचुअल मैच्योरिटी है. फॉर एग्जाम्पल, हीलिंग का गिफ्ट है, मौजज़ा करने का गिफ्ट है, चंगाई करने का गिफ्ट है, हाँ, दूसरों को नबूवत देने का गिफ्ट है, भविष्यवाणी देने का गिफ्ट है. तो ये होली स्पिरिट का गिफ्ट है तो क्या होगा? स्पिरिचुअल ग्रोथ है करके? नो. सबसे बड़ा उदाहरण है, एग्जाम्पल है कोरिन्थी की कलीसिया. कोरिन्थी की कलीसिया में क्या क्या स्पिरिचुअल गिफ्ट्स था? अन्य भाषा का वरदान, प्रोफेसी का वरदान, सब कुछ था. लेकिन 1 कोरिन्थियंस चैप्टर 3 में पॉल कहता है कि मैं तुम्हें एक आत्मिक रूहानी लोगों के जैसा बात नहीं कर पा रहे, तुम अभी भी मसीह में बच्चे हैं करके. तो स्पिरिचुअल गिफ्ट है, इसके लिए स्पिरिचुअल मैच्योरिटी होना जरूरी नहीं है. स्पिरिचुअल मैच्योरिटी होने वाले लोगों के अंदर स्पिरिचुअल गिफ्ट हो सकता है, लेकिन गिफ्ट है तो स्पिरिचुअल मैच्योरिटी कर हम लोग नहीं सोचना. അപ്പോൾ 2 തെറ്റിദ്ധാരണകളെ ഇവിടെ നമുക്ക് ഒന്ന് നീക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങളിലുള്ള ദൈർഘ്യം, അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് പക്വത വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ദൈർഘ്യമുള്ളവർക്ക് പക്വത ഉണ്ടാകാം, അത് വേണം എന്നാണ് ഇവിടെ ഈ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. 2, ആത്മീക കൃപാവരങ്ങൾ ഉള്ളത് കൊണ്ട് പക്വത ഉണ്ടെന്ന് നിർബന്ധമില്ല. 2 बात को हमने यहाँ पर मिसअंडरस्टैंडिंग को क्लियर करना है. मैं बहुत सालों से मसीह में है, इसके लिए मैं स्पिरिचुअल मैच्योर हूं करके हम लोग कोई झूठी मिसअंडरस्टैंडिंग में नहीं है ना. सेकंड, स्पिरिचुअल गिफ्ट्स है, इसके लिए मैं स्पिरिचुअल मैच्योर्ड है करके सोचना जरूरी नहीं है. അപ്പം കാലങ്ങൾ വെച്ച് നോക്കിയാൽ ഇവര് എന്തായി തീരേണ്ടതായിരുന്നു? ഉപദേഷ്ടാക്കന്മാരായി തീരേണ്ടതായിരുന്നു. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, പാല് കുടിക്കുന്ന സമയം കഴിഞ്ഞാൽ സഭയിലുള്ള എല്ലാ ദൈവമക്കളും അടിസ്ഥാന ഉപദേശങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ അവർ പക്വത പ്രാപിക്കുന്നവരായി തീരണം. കാലം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായി തീരണം എന്നതിൻ്റെ അർത്ഥം എല്ലാവരും പാസ്റ്റർമാരാകണമെന്നല്ല എൻ്റെ അർത്ഥം, എല്ലാവരും ടീച്ചേഴ്സ്മാരാകണമെന്നല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതാണ്: ഒരു സമയം കഴിയുമ്പോൾ
പാലുകൂടി മാറിക്കഴിഞ്ഞാൽ, കട്ടിയായുള്ള ആഹാരം കഴിഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരോട് ഈ യേശുവിനെ കുറിച്ച്, ഈ യേശുവിൻ്റെ പൗരത്വത്തെക്കുറിച്ച് പറയുവാൻ അവന് കെൽപ്പുണ്ടാകണം. ആ പക്വത ഇവരിത് പ്രാപിച്ചിട്ടില്ല. देखिए, आइए भाइयों बहनों, 12 में आइए, 12 वचन। समय के विचार से तुम गुरु हो जाना चाहिए था। तो कलीसिया के अंदर हर एक ब्रदर और सिस्टर एक टाइम के बाद दूध पीना छोड़कर सॉलिड फूड खाने का जब ये अनुभव आता है, तो सब लोग क्या होना चाहिए? दूसरों को सिखाने वाले लोग होना चाहिए, हर एक ब्रदर एंड सिस्टर। इसका मतलब ये नहीं कि चर्च का सब लोग पास्टर बनना है, इसका मतलब ये नहीं कि सब लोग जो एल्डर बनना है, नो। हर एक ब्रदर और सिस्टर दूसरों को सिखाने के लिए स्पिरिचुअल മെച്യൂർഡ് होना है, ആത്മീക പക്വത പ്രാപിക്കണം. ഞാന് സൺഡേ സ്കൂളിന് വേണ്ടി ഒരു ടീച്ചറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പേര് നോക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമാണ്. ചിലരെ കുറിച്ച് സൺഡേ സ്കൂളിന്റെ ഒരു ക്ലാസ് പോലും എനിക്ക് അവർക്ക് കൊടുക്കാൻ കഴിയത്തില്ല. ഭയങ്കര കഴിവുള്ളവരാ, പക്ഷെ സൺഡേ സ്കൂളിന്റെ ക്ലാസ് പോലും കൊടുക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? അത് ആ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുവാനുള്ള പക്വതയിലേക്ക് അവർ വളർന്നിട്ടില്ല. എന്നാൽ 16 വർഷം, 10 വർഷം, 7 വർഷം, 8 വർഷമൊക്കെ ആയി ഇതിന് വന്നിട്ട്. एक संडे स्कूल देने के लिए, किसी को सिखाने के लिए, देने के लिए जब मैं चूज करता हूं, मेरे मन में सारे लोग जब आते हैं तो मैं ऐसा सोचता हूं कि ये क्लास किसको दे, ये क्लास किसको दे. मुझे दिल में बहुत दुख हो जाता है, क्योंकि बच्चों को समझा के देने के लिए भी एक स्पिरिचुअल मैच्योरिटी हमारे में बहुत सारे लोगों में नहीं आया है, बच्चों को समझा के देने के लिए. हालांकि 10-12 साल हो गया प्रभु में आके, लेकिन वो समझा के देने के लिए, क्रिश्चियन ट्रुथ फाउंडेशन समझा के देने के लिए नहीं हो रहा है. ഒരാളോട് സുവിശേഷം പറയണം, എന്തോ പറഞ്ഞു തുടങ്ങും, എങ്ങനെ പറഞ്ഞു തുടങ്ങും? ഒരാളെ നമ്മൾ കാണുമ്പോൾ ആ ആളിന്റെ അറിവിന്റെ നിലവാരം അനുസരിച്ച് എവിടെ നിന്ന് എനിക്ക് സുവിശേഷം തുടങ്ങണം, അങ്ങനെ പോലും നമ്മുടെ പല ദൈവമക്കൾക്ക് അറിയുന്നില്ല. അതായത് ഒരു ഹിന്ദുവിനെ കണ്ടാൽ നമുക്ക് ദാവീദ് തൊട്ട് തുടങ്ങാൻ പറ്റുമോ? അബ്രഹാം തൊട്ട് തുടങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അവൻ അബ്രഹാമും ദാവീദൊന്നും ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയോട് എവിടുന്ന് തുടങ്ങണം എനിക്ക്? അല്ല, ഒരു സമുദായക്കാരനെ കണ്ടാൽ ദാവീദും അബ്രഹാമും ഒക്കെ പുള്ളിക്കറിയാം, എനിക്ക് എവിടുന്ന് തുടങ്ങണം? അപ്പോൾ ഒരാളോട് സുവിശേഷം പറയാൻ, ആ സുവിശേഷത്തിൽ കൂടെ ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്ന യേശുവാരാ, യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്, യേശു എന്തുകൊണ്ട് ക്രൂശിൽ മരിക്കേണ്ട വന്നു. ഞാൻ ഒരു വട്ടം പൊതുവെ ഒരു സമൂഹത്തോട്, നമ്മുടെ പെന്തക്കോ സമൂഹത്തോട് ചോദിച്ചു, യേശു എന്തിനാ കാൽവറി ക്രൂശിൽ മരിക്കേണ്ടത്? അതിന് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നോ? കാൽവറി ക്രൂശിലല്ലാതെ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം പക്വതയുള്ള ബന്ധുക്കോസുകാര് പറഞ്ഞത് ഉണ്ടായിരുന്നു പാസ്റ്ററാണ്. അപ്പൊ യേശു എന്തുകൊണ്ടാ കാൽവറി ക്രൂശിൽ മരിക്കേണ്ട വന്നത്? വേറെ കാൽവറി ക്രൂശിൽ മരിക്കാതെ വേറെ ഒന്നുമില്ലേ? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? യേശു എന്തുകൊണ്ട് മരിച്ചു? എന്താണ് പാപം? ഈ പാപത്തിന്റെ പരിഹാരം യേശു എങ്ങനെ നൽകുന്നു? എന്താ നിത്യജീവൻ? എന്താണ് വിശ്വസിക്കേണ്ടത്? എന്താണ് മാനസാന്തരം? ഈ അടിസ്ഥാന ഉപദേശം ഞാൻ ഇത് മനസ്സിലാക്കാതെ ഞാൻ മറ്റുള്ളവരോട് എന്തോ സുവിശേഷം പറയാനാ? അല്ല, ഞാൻ ഇങ്ങനെ പറയുക, ഞാൻ പണ്ട് നാട്ടിലായിരുന്നു, ബോംബെയിലായിരുന്നു, ഒരു ഗതിയില്ലായിരുന്നു. അപ്പൊ യേശുവിനെ വിളിച്ചപ്പോൾ യേശു എന്നെ ദുബായി കൊണ്ടുവന്നു. ഇതാണോ സുവിശേഷം? അതല്ല സുവിശേഷം. എൻ്റെ സാക്ഷ്യം നല്ലതാണ്, എന്നാൽ എൻ്റെ സാക്ഷ്യം ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരത്തില്ല, രക്ഷയ്ക്ക് മുഖാന്തരമായിരിക്കണം. ശമരിയക്കാരി സ്ത്രീ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തതെല്ലാം പറഞ്ഞ ഒരുത്തനെ നിങ്ങൾ വന്ന് കാണണം. ഇവരുടെ സാക്ഷ്യമാണ്. അവര് കടന്നു വന്ന് യേശുവിൻ്റെ അടുക്ക വന്നിട്ട് എന്തുവാ കേട്ടത്? ദൈവവചനം കേട്ട് യേശു ആരാന്ന് മനസ്സിലായി. എന്നിട്ട് അവര് പറയാ, നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ സ്വയമേ കേട്ടു,
ഇവൻ തന്നെ ലോകരക്ഷിതാവെന്ന്. കണ്ടോ, ശമരിയക്കാരിയുടെ സാക്ഷ്യം മുഖാന്തരമായെങ്കിലും സാക്ഷ്യമല്ല രക്ഷിച്ചത്, യേശു ആരാന്നുള്ള അറിവാണ് അവളെ രക്ഷിച്ചത്. हिंदी में बोलता हूँ, कोई फिक्र नहीं करना. आप सोचेंगे कि आज पास्टर पूरा मलयालम में बोल रहे, हमको कुछ भी नहीं समझ में आया. एक बूंद भी मैं छोड़ेगा नहीं. जैसा मलयालम में बोला वैसा हिंदी में भी बोलेगा. ठीक है, इसलिए कोई टेंशन के साथ नहीं बैठना. ओके, यहां पर मैंने आप लोग को कहा कि स्पिरिचुअल मैच्योरिटी, एक व्यक्ति को सुसमाचार सुनाना है. ठीक है, एक हिंदू को मैं सुसमाचार सुनाना है, मुझे कहां से शुरू करना है? क्या मैं उसको अब्राहम के बारे में बोल सकता हूं? नहीं पता उसको अब्राहम कौन है, तो वहां से नहीं शुरू करना है. मुझे और पीछे जाना है. या एक क्रिश्चियन जो बचपन से क्रिश्चियन है, उसको मुझे बाइबल के कुछ लोगों के बारे में समझाने की जरूरत नहीं, ऑलरेडी समझ गया वो. तो वो उस व्यक्ति को, लोगों को मैं सुसमाचार सुनाने के लिए मुझे तो पहली बात तो जानना चाहिए. सबसे पहले यीशु कौन है? यीशु पूरा खुदावंत, पूरा इंसान है. तीसरी बात, यीशु को मरने की जरूरत क्यों पड़ी? मैंने अपने मसीह लोगों के बीच में कई जगहों पर मैंने पूछा है, सूली के अलावा दूसरा कोई रास्ता था क्या करके पूछता है, तो लोगों के चेहरे में डाउट है, और लोग क्या बोलते हैं, शायद था. तो लोगों को यही नहीं पता कि सूली के अलावा खुदावन के सामने दूसरा कोई रास्ता नहीं इंसान को बचाने के लिए. समझ में आया? तो यीशु को क्यों मरना पड़ा? कालवरी सूली पर यीशु ने क्या मेरे और आपके लिए कीमत चुकाई? विश्वास कर तौबा करना, तौबा के बारे में बताना, ईमान के बारे में बताना, अब्दी जीवन के बारे में बताना, अनंत जीवन के बारे में बताना. ये मैं नहीं समझू तो मैं दूसरों को कैसे सुसमाचार सुनाऊं? प्रियो सुनिए, मेरा गवाही नहीं है दूसरों को उद्धार देता, यीशु का सुसमाचार दूसरों को उद्धार देता है. अगर मैं लोगों को बोल के फिरूं कि मैं तो बॉम्बे में था, कोई काम नहीं था, कुछ नहीं था, बस उधर से प्रभु ने मुझे दुबई में लेके आया, क्या ये अगर मैं दूसरे को सुनाएगा तो उद्धार पाएगा? वो तो मेरी गवाही है. ये सुनकर सुसमाचार, ये नहीं है सुसमाचार. शामरी स्त्री ने शामरी लोगों को जाकर बोला, जो भी मैंने किया, मेरे बारे में बोला हुआ उस इंसान को तुम जाके मिलो. ये इसके गवाही है. मैंने जो किया उसने मुझे बोला, ये इसकी गवाही है. लेकिन गवाही उद्धार नहीं दिया उनको. वो लोग यीशु के पास आए, 2 दिन खुदावन का कलाम सुना, और फिर जाकर स्त्री से कहता है, तूने केवल गवाही दी, इसके वजह से हम खाली विश्वास नहीं करते, बल्कि हमने हाँ भी सुना और हम जानते कि उद्धार करता है. यू सी, तो स्पिरिचुअल मैच्योरिटी कितना इंपॉर्टेंट है. दूसरों को समझाना है. चर्च में हर एक ब्रदर, हर एक सिस्टर, दे शुड बी इक्विप्ड, दे शुड नो टू टीच, to make understand the spiritual truth of God's word. ദൈവവചനത്തിന്റെ സത്യങ്ങളും മർമ്മങ്ങളും ദൈവവചനത്തിന്റെ അടിസ്ഥാനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ എല്ലാ ദൈവമക്കളും അവരെന്തായി തീരണം? പ്രാപ്തന്മാരായി തീരണം. ലേഖനകർത്താവ് പറയുക, കാലം നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടതാ. പക്ഷേ ഇപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ പഠിപ്പിക്കേണ്ടത് വരുന്നു. अब जो है और कोई तुम्हें सिखाना पड़ रहा है वापिस. फाउंडेशन बात कौन सा है? 6 का 1 और 2 में लिखा है. ഏതാണ് ഈ അടിസ്ഥാന കാര്യങ്ങൾ? 6:1-2 എഴുതിയിട്ടുണ്ട്. എന്താണ്? പ്രവൃത്തി, നിർജീവ പ്രവൃത്തിയെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെങ്കിലും വിശ്വാസം. മാനസാന്തരവും വിശ്വാസം പിന്നെയും പഠിപ്പിക്കേണ്ടി വരിക. എന്താണ് മാനസാന്തരം, എന്താണ് വിശ്വാസം? ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ABCD ആണ്. देखो, आरंभ की बातों को सिद्धता बताना है. क्या है वो? मरे हुए कामों से मन फिराओ, परमेश्वर पर विश्वास करो. मतलब तौबा के बारे में आज भी सिखाना पड़ रहा है, ईमान के बारे में, विश्वास के बारे में आज भी सिखाना पड़ रहा है. That means they are not grown, they need the milk again and again. उधर से बाहर आ जाओ. അതിൽ നിന്ന് വിട്ടു വരാൻ പറയുക, അത് കളയാനല്ല പറയുന്നത്. ശ്രദ്ധിക്കണേ, അത് കളയാനല്ല പറയുന്നത്. അതാണ് 2-ാമത്തെ
സോറി, രണ്ടാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, അത് കളയാനല്ല പറയുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം കളയാനല്ല, അത് വിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ശിശു പാല് കുടിച്ച് വളർന്ന് പാല് കുടി വിടുന്നത് പോലെ പിന്നെ പാല് കുടിക്കത്തില്ലേ? പിന്നെ പാല് കുടിക്കത്തില്ലേ? കുടിക്കും. എന്നാൽ ആ പാലിൽ മാത്രം ആശ്രയിക്കുന്നത് എന്ത് ചെയ്തു? വിട്ടു. अതാണ്. देखिए 6 का 1 और 2 जरा देखिए. इसलिए आओ मसीह के शिक्षा के आरंभ के बातों को छोड़कर, देखिए लेटर लिखने वाले ये नहीं कहता कि फाउंडेशन बात को छोड़ दो, नहीं तो फेंक दो, डिलीट कर दो, वो जरूरत नहीं, ऐसा नहीं बोल रहा है. बहुत जरूरी है वो. एक बच्चा दूध पीते 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 एक टाइम आने के बाद वो दूध पीना क्या कर देता है? छोड़ देता है. तो उसका मतलब बाद में दूध नहीं पीता है. क्यों? दूध पीता है बाद में, लेकिन दूध में ही ट्रस्ट करना, दूध में ही निर्भर होने का काम तमाम हो गया, खत्म हो गया. वो करने के लिए बोल रहा है. फाउंडेशन बहुत इंपॉर्टेंट है, उसमें बना रहना है, उसमें टिका रहना है, वो नहीं छोड़ना है. फाउंडेशन पर ही बिल्डिंग बनाना है, लेकिन फाउंडेशन में ही नहीं रहना, उसे छोड़कर സോളിഡ് ഫുഡ് खाने के लिए आगे बढ़ना है. അതുകൊണ്ട് ഫൗണ്ടേഷൻ, അടിസ്ഥാനം വിടലെന്നല്ല, അടിസ്ഥാനം വേണം. ഈ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് മേലോട്ട് പണിയേണ്ടത്. എന്നാൽ ഈ പാലുകുടി വിട്ടിട്ട് ഫൗണ്ടേഷണൽ ആയിരിക്കുന്ന അടിസ്ഥാനത്തിനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതാണ് മാനസാന്തരം, ദൈവത്തെങ്കിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്. പിന്നെ കൈവെപ്പ് എന്ന് പറയുമ്പോൾ കൈവച്ച് അഭിഷേകം പ്രാപിക്കുന്ന, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന, അതിനെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി, ഇതൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. ഇതിനെ വിട്ട്, ഇതിനെ കളയാനല്ല, ഇതിനെ വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. तो क्या क्या है फाउंडेशनल बात? कामों की, मरे हुए कामों का से फिरना, ये परमेश्वर पर विश्वास करना, बपतिस्मा और हाथ रखने. हाथ रखने मतलब एक्ट्स ऑफ अपोस्टल्स में अपोस्टल्स लोग आकर सर पे हाथ रखते तो होली स्पिरिट मिलता था. तो लेइंग ऑफ हैंड्स, हाथ रखना. और क्या है फिर? मरे हुए में से जी उठना, अंतिम न्याय और शिक्षा रूपी नेव. ये सब चीज को से फिर कर आपको यू हैव टू ग्रो स्पिरिचुअल मैच्योर. अब എബ്രായലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം. 13 and 14. Hebrews chapter 5 verses 13 and 14. क्योंकि दूध पीने वाले बच्चे को तो धर्म के वचन की पहचान नहीं होती, क्योंकि वह बालक है, पर अन्न सयानों के लिए है, जिनकी ज्ञानेंद्रियां अभ्यास करते करते भले बुरे में भेद करने में निपुण हो गई हैं. मैं हिंदी में समझाता हूँ. ഞാൻ ആദ്യം ഹിന്ദിയിൽ പറയാം, അതിനുശേഷം മലയാളത്തിൽ പറയാം. देखिए, क्योंकि दूध पीने वाले बच्चे को तो दो मिसाल वहां पर देखिए. दूध पीने वाला बच्चा और 14 वर्सेस में क्या है? वो अन्य सयाने के लिए, मतलब जो सॉलिड फूड खाने वाले, पक्के सॉलिड फूड खाने वाले मैच्योर, दो लोगों के बारे में वहां पर जिक्र किया. तो 13 में लिखा है, क्योंकि दूध पीने वाले बच्चे को तो धर्म का वचन की पहचान नहीं होती. अब इधर देखिए, ये इब्रू लोगों को, इब्रानी क्रिश्चियंस लोगों को फाउंडेशनल टीचिंग नहीं पता है क्या? पता है. ये दूध पीने का अनुभव में वो लोग गया कि गुजरा हुआ है. इब्रूस, ये बिलीवर्स लोगों को पास्टर्स लोगों ने टीचिंग्स दिया है,
फिर क्यों नहीं स्पिरिचुअल मैच्योर हो रहे? क्यों नहीं हो रहे? क्योंकि जो सुनता है ना, वो लाइफ में प्रैक्टिस नहीं कर रहे. व्हाट दे हियरिंग इट, दे आर नॉट प्रैक्टिसिंग इट. इसके लिए केवल सुना, अच्छा लगा, लेकिन जीवन में उसको प्रैक्टिस नहीं कर. 14 में क्या लिखा है? पर अन्य सयाने के लिए जिनके ज्ञानेंद्रिय अभ्यास करते करते, मतलब जो खाया, जो पिया, वो बॉडी में अभ्यास किया, उसको प्रैक्टिस में लेके आया. तो स्पिरिचुअल मैच्योरिटी कैसा आता है? दूध पिया आपने, दूध पीने के बाद वो जीवन में क्या करना है? प्रैक्टिस में लेके आना है. तो स्पिरिचुअल मैच्योरिटी जो है, कान जो है ऊंचा सुनना, मैंने जो पहले कहा था, ये प्रॉब्लम कान का नहीं है, ये प्रॉब्लम है मन का, ये प्रॉब्लम है दिल का. दे डोंट वांट टू ग्रो. उनको बढ़ना नहीं है, ഉनको और प्रभु में आगे नहीं बढ़ना है. ഇനി മലയാളത്തിൽ ഞാൻ പറയാം. 13-14 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ദൈവം ഏതാരെങ്കിലും ഒന്ന് സഹായിക്കാമോ? 13-14 വാക്യം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പൊ രണ്ട് കൂട്ടരെ അവിടെ കാണിക്കുന്നുണ്ടല്ലേ? ഒന്ന് പാൽ കുടിക്കുന്നവരും, രണ്ട് പ്രായം തികഞ്ഞവരും. രണ്ടുപേര് അല്ലേ? ഈ രണ്ടുപേര് എല്ലാ സഭയിലും ഉണ്ട്. പാല് കുടിക്കുന്നവരും ഉണ്ട്, പിന്നെ പ്രായം തികഞ്ഞവരും ഉണ്ട്. കാലം കഴിഞ്ഞതിന് ശേഷവും പാല് കുടിക്കുന്നവരുണ്ട്. കാലം കഴിഞ്ഞതിന് ശേഷം പാല് കുടിക്കുന്നവരുണ്ട്. എന്താണ് ഇവർ തികയാത്തതിന്റെ കാര്യം? എന്തുകൊണ്ട് ഇവർ മെച്ചോർ ആകാത്തെ? നോക്കിക്കേ, 13-ാമത്തെ വാക്യം. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ എന്ത് ചെയ്തു? പരിചയമില്ലാത്തവനത്ര. എന്ന് പറഞ്ഞാലേ, ഇവര് വചനം കേൾക്കുന്നുണ്ടെങ്കിലും ഇവര് വചനപ്രകാരം ജീവിക്കുന്നില്ല, അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ആത്മീക പക്വത നമ്മൾക്ക് വരത്തുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് പറയുക ശത്രുക്കളെ സ്നേഹിക്കണം. ഇതറിയാമോ? അറിയാം. പക്ഷേ സ്വന്തം വീട്ടുകാരെ പോലും സ്നേഹിക്കാത്ത പുള്ളി എങ്ങനെയാണ് ആത്മീക പക്വത പ്രാപിക്കുന്നത്? ശത്രുക്കളെ വിട്ടാരെ. അപ്പൊ സ്വന്തം കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്നു. അപ്പം പക്വത വരുന്നത് എങ്ങനാ? കർത്താവിന്റെ വചനം കേട്ടു, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി. ഇത് ഇവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും പാല് കുടിക്കുക, കട്ടിയായുള്ള ആഹാരം, നന്മതിന്മകളെ, അതൊക്കെ എന്താണ് ഞാൻ വിവരിക്കാം. അപ്പം പ്രായം തികഞ്ഞവർ എന്താണ്? ഇന്ദ്രിയങ്ങളുള്ളവരായി. അതവർ പ്രാക്ടീസ് ചെയ്തു. ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് പ്രാക്ടീസ് ദിയർ സെൻസസ്. ആത്മീകമായിരിക്കുന്ന പക്വത വരണമെങ്കിൽ കേട്ട വചനം നമ്മൾ അനുദിനം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ പക്വത വരത്തുള്ളൂ പ്രിയരെ. അല്ലാതെ ചുമ്മാ പ്രസംഗിക്കാം, ചുമ്മാ പഠിപ്പിക്കാം, ചുമ്മാ ഇതെല്ലാം നോട്ട് ബുക്കിൽ എഴുതി വെച്ച് ഇതെല്ലാം ചുമ്മാ അതൊക്കെ കരസ്ഥമാക്കാം. ആര് ചോദിച്ചാലും വെട്ടൊന്ന് പറഞ്ഞുകൊണ്ട് മറുപടിയും പറയാം. പക്ഷേ പക്വത വരണമെങ്കിലേ എഴുതി വെച്ചത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ പഠിപ്പിച്ചത് കൊണ്ടോ കാര്യമായില്ല. അതേപോലെ ജീവിച്ചെങ്കിലേ आत्मिक पक्वता वरतुल्लू. देखिए, हिंदी में और समझाता हूं. स्पिरिचुअल मैच्योरिटी हमने सुना हुआ वचन बुक में लिखने से नहीं आता है, हम प्रचार करने से नहीं आता है, हम लोग टीचिंग करने से नहीं आता. स्पिरिचुअल मैच्योरिटी हमने सुना हुआ सीखा हुआ बात को जीवन में प्रैक्टिस करेंगे. तो देखो 14 वर्ड्स में इंग्लिश में क्या लिखा है? बट सॉलिड फूड इज फॉर द मैच्योर who because of practice have their senses trained. ഇനി നന്മ തിന്മകളെ തിരിച്ചറിയും ആര്? പക്വതയുള്ളവർ. ഇനി ഈ എബ്രായ ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റിലേക്ക്, പശ്ചാത്തലത്തേക്ക് ഞാൻ കൊണ്ടുവരിക നിങ്ങളെ. ഇവർക്ക് എന്തിനാണ് ഈ ലേഖനം എഴുതിയത്? കാരണം ഈ എബ്രായ ക്രിസ്ത്യാനികള് ക്രിസ്തുവിനെ വിട്ട് പഴയ നിയമത്തിലെ ആചാരങ്ങളിലേക്ക് പോകുകയാണ്. ഈ ക്രിസ്തുവിനെ വിട്ടിട്ട് പഴയ പൗരോഹിത്യത്തിലേക്ക് പോകുകയാണ്. അപ്പൊ എബ്രായ ലേഖന കർത്താവ് പറയുന്നേ,
നിങ്ങൾക്ക് നന്മ തിന്മകളുടെ തിരിച്ചറിവ് അറിയില്ലല്ലോ. നിങ്ങൾ പക്വതയുള്ളവരായിരുന്നെങ്കിൽ യേശുവിനെ വിട്ടിട്ട് പഴയ നിയമത്തിന്റെ പൗരോഹിത്യത്തിലേക്ക് നിങ്ങൾ പോകത്തില്ലായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താ? ശിശുവായിരിക്കുന്നത് കൊണ്ടാ, പക്വത പ്രാപിക്കാത്തത് കൊണ്ടാ. പക്വത പ്രാപിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായേനെ, പഴയ നിയമത്തിൽ അഹരോന്യ പൗരോഹിത്യത്തിലേക്കാൾ ശ്രേഷ്ഠമാണ് യേശുവിൻ്റെ പൗരോഹിത്യം. പഴയതിലേക്ക് പോയാൽ ഒരു കാര്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായാനേ. അതുകൊണ്ട് നിങ്ങൾ പക്വത പ്രാപിക്കണം. പക്വത പ്രാപിച്ചില്ലെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോകും. കാര്യം പിടികിട്ടുന്നുണ്ടോ പ്രിയരെ? അതാണ് ഈ നന്മതിന്മകൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ നന്മ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം പക്വത ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുക. അബി आइए मेरे साथ आइए, दिस इज वेरी इंपॉर्टेंट. 13 and 14 वर्सेस इज वेरी वेरी इंपॉर्टेंट. और एक बार मैं पढ़ता हूं, आप लोग सुनिए. क्योंकि दूध पीने वाले बच्चे को तो धर्म के वचन की पहचान नहीं होती, क्योंकि वो बालक है. पर अन्य सयाने के लिए जिनके ज्ञानेंद्रिय अभ्यास करते करते भले बुरे के भेद करने के लिए पक्के हो गए. भले और बुरे का पक्का हो गए. क्या है इसका मतलब? अभी मैं आप लोगों को इब्रूस लेटर का कॉन्टेक्स्ट में लेके आता हूं. सब लोग ध्यान से सुनना. ये लेटर क्यों लिखा है? ये लेटर उनके लिए लिखा है जो लोग मसीह को छोड़कर किधर जाने का प्लान कर रहे हैं? यहूदियों के. मसीह को छोड़कर पुराने प्रीस्टहुड में जाने का प्लान कर रहे हैं. राइट? आप लोगों को याद है कॉन्टेक्स्ट? तो ये ऑथर उनको कह रहा है तुमको बुरे और भले का पहचान ही नहीं है. अगर तुम्हें बुरे और भले का पहचान होता, अगर तुम्हें समझ में आता कि तुम यीशु के पास आए हो, यीशु कितना बड़ा हाई प्रीस्ट है, तो फिर क्यों तुम पुराने नियम के अहरोन के हाई प्रीस्ट में जाते थे? इसका मतलब यह है कि तुमको अभी तक क्या नहीं मिला है? स्पिरिचुअल मैच्योरिटी नहीं मिला है. स्पिरिचुअल मैच्योर वाला पीछे नहीं जाएगा. स्पिरिचुअल मैच्योर वाला पीछे हटेगा नहीं. दुबई में बॉम्ब देके हटेगा नहीं. समझ में आ रहा है आप लोगों को? वॉर देके हटेगा नहीं. काम जाएगा कर सोच के हटेगा नहीं. स्पिरिचुअल मैच्योर्ड लोग जो है उनको पता है वो लोग किधर आए हुए? यीशु मसीह के पास आए हुए. They have come to the Christ. They have come to the better place. No more turning back. तो स्पिरिचुअल मैच्योरिटी कितना इंपॉर्टेंट लेना प्रियो. स्पिरिचुअल मैच्योरिटी नहीं है तो पीछे मुड़ सकता है, टर्न बैक हो सकता है, അപ്പോസ്റ്റസി हो सकता है. നോക്കിക്കേ, നന്മ തിന്മകളെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള പക്വത നിങ്ങൾ പ്രാപിക്കാത്തത് കൊണ്ടല്ലേ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത്? അല്ല, നിങ്ങൾ പക്വതയുള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായേനെ ഞങ്ങൾ വന്നത് എവിടെ? യേശു ക്രിസ്തുവിലേക്കാ. അതുകൊണ്ട് അഹരോന്യ പൗരോഹിത്യത്തിലേക്ക് പോകുന്ന എന്താ മണ്ടത്തരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായേനെ. നിങ്ങൾ ഇപ്പോൾ ശിശുക്കളായിരിക്കുന്നത് കൊണ്ടാണ് പിന്നോട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പക്വത വേഗം പ്രാപിച്ചോണം, അല്ലെങ്കിലേ പിന്മാറ്റത്തിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പ് പറയുക. ആത്മീക പക്വത പ്രാപിച്ചവൻ അവിടെ നടക്കുന്ന യുദ്ധങ്ങളെ കണ്ടിട്ടോ ഇനി എൻ്റെ നാളെ ജോലി എന്തായി തീരുമെന്നുള്ള ആവലാതി കണ്ടിട്ട് പിന്മാറിപ്പോകുന്ന ഒരു വ്യക്തിയല്ല. കാരണം അവനറിയാം അവൻ പിടിച്ചിരിക്കുന്നത് ആരെയാ, അല്ല അവനെ പിടിച്ചിരിക്കുന്നത് ആരാ. പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാത്തു സൂക്ഷിക്കുവാൻ മതിയായ ദൈവമാണ്. ഐ നോ, जो स्पिरिचुअल मैच्योर लोग वो क्या बोलेंगे मालूम है? I know whom I believe and he will do the work. He will finish the work till the end. He will not turn back and go back. So spiritual maturity is very important. Every believer should grow spiritually. എല്ലാ ദൈവമക്കളും എന്ത് ചെയ്യണം? ആത്മീയമായി വളരണം. ഇനി മൂന്നാമത്തെ കാര്യം, തീസറ ബാത്ത്. ഈ കട്ടിയായുള്ള ആഹാരം എന്തുവാ? പലരും ചിന്തിച്ചിരിക്കുന്നത് കട്ടിയായുള്ള ആഹാരം എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകവും പിന്നെ 666 2 കൊമ്പുകളുടെ ഇടയ്ക്കുള്ള ചെറിയ കൊമ്പും ഒക്കെയാണ്.
കട്ടിയായുള്ള ആഹാരം ഇതൊന്നും അല്ല കേട്ടോ. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ കട്ടിയായുള്ള ആഹാരം എന്തെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം. യേശുക്രിസ്തു ശ്രേഷ്ഠ പുരോഹിതനാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് കട്ടിയായുള്ള ആഹാരം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിനെ, യേശു എന്താ ചെയ്ത എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നതാണ് ആത്മീകമായ പക്വത എന്ന് പറയുന്നത്. अभी verses 14 में हमने देखा सॉलिड फूड, राइट. 12 में लिखा है मिल्क, सॉलिड फूड. ये सॉलिड फूड क्या है? बहुत सारे लोग सोचते हैं कि मुकाशवा को जानना वो है सॉलिड फूड. बहुत लोग सोचते हैं कि रेवलेशन, बुक ऑफ रेवलेशन को जाना है सॉलिड फूड. सॉलिड फूड ये वर्स का कॉन्टेक्स्ट में आप लोग बोले क्या है? जीसस का प्रीस्टहुड, यीशु मसीह कैसा सरदार काइन है करके समझना है सॉलिड फूड. यीशु मसीह जो है मेल्किसेदेक से भी बेहतर प्रीस्ट है, सरदार काइन है करके समझना है सॉलिड फूड. और उस यीशु पर अपना भरोसा रखना है सॉलिड फूड. तो जीसस कौन है, जीसस ने क्या किया, ये समझना है सॉलिड फूड. आप लोगों को कितने लोगों को समझ में आ रहा है ये बात? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കാര്യം? അപ്പൊ കട്ടിയായുള്ള ആഹാരം എന്ന് പറയുമ്പം ബൈബിളിന്റെ കടിച്ച പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്നതല്ല. യേശു ആരാന്നും യേശു എന്താ ചെയ്ത എന്ന് വ്യക്തമായി ബോധ്യം മനസ്സിലായി അതിൽ വിശ്വസിച്ച് അതിൻ പ്രകാരമുള്ള വെളിച്ചത്തിൽ നടക്കുന്നതാണ് കട്ടിയായുള്ള ആഹാരം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീസസിനെ മനസ്സിലാക്കി ജീസസിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വന്ന് അനുദിനം വളരുന്നതാണ് ആത്മീക പക്വത എന്ന് പറഞ്ഞത്. ആ വന്ന ഒരു വ്യക്തി പിന്മാറ്റത്തിലേക്ക് എങ്ങനെ പോകും? പിന്മാറാനുള്ള വക അവന്റെ ജീവിതത്തിൽ വന്നാലും ജീസസിനെ അനുഭവിച്ച ഒരു വ്യക്തി പിന്മാറുകയില്ല. तो spiritual maturity, Jesus, it's on Jesus. Who is Jesus? What is work? The character of Jesus. ये जानना, ये हमारे जीवन में अनुभव में लेके आना है solid food. ഇതുപോലൊരു പ്രോബ്ലം യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ അനുഭവിച്ചു. ഏതാ? ഈ കേൾപ്പാൻ മാന്യമായിരിക്കുന്ന ഒരു യേശുവിന്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. സുന്നേക്കെ ലിയെ ജോ ഊച്ചേ ലോഗ് ജോ യേശു മസീഹ് के मिनिस्ट्री में भी था. മാത്യു ചാപ്റ്റർ 13, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാൽ, മാത്യു ചാപ്റ്റർ 13, മത്തായി 13-ാം അധ്യായം उसका 13 से लेके മത്തായി 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ യേശു ക്രിസ്തു പല കാര്യങ്ങൾ ഉപമകളാൽ സംസാരിച്ചു. അപ്പം ഞാൻ പണ്ടൊക്കെ ധരിച്ചിരുന്നത് യേശു ഉപമ സംസാരിച്ചത് കാര്യങ്ങളൊക്കെ അല്പം കൂടെ സിമ്പിളാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യേശു ഉപമ സംസാരിച്ചത് കാര്യങ്ങൾ അല്പം കൂടെ ഈസി ആക്കാൻ വേണ്ടിയാ. मैंने पहले सोचा था कि यीशु मसीह ने पैराबल और तमसीलों से इसलिए बात किया ताकि और थोड़ा आसान करें. लेकिन 13 का 13 से पढ़ के देखिए, 13-ന്റെ 13 വാക്യം നോക്കിക്കേ, യേശു ഉപമകളാൽ എന്തുകൊണ്ടാണ് സംസാരിച്ചെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. देखो 13, पढ़िए जरा 13 का 13 से. मैं उनसे दृष्टांतों में इसलिए बातें करता हूँ कि वे देखते हुए नहीं देखते और सुनते हुए नहीं सुनते और नहीं समझते. तो यीशु दृष्टांतों से क्यों बात किया? देखते हैं, मन नहीं है देखने के लिए, सुनते हैं, मन नहीं है सुनने के लिए, समझते हैं लेकिन मन नहीं है समझने के लिए. इसके लिए यीशु मसीह बोलता है आई एम गोइंग टू स्पीक देम इन पैराबल्स. उनको स्टोरी समझ में आएगा, स्टोरी का मतलब नहीं समझ में आएगा. इससे और बड़ा जजमेंट क्या चाहिए? യേശു എന്തുകൊണ്ടാണ് ഉപമകളാൽ സംസാരിച്ചത്? 13-ന്റെ 13 നോക്കിക്കേ. അതുകൊണ്ട് അവർ കണ്ടിട്ടും കാണാതെയും
കേട്ടിട്ടും കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ. എന്തുകൊണ്ടാ? കണ്ടിട്ടും കാണാതെയും. യേശുവിനെ കണ്ടിട്ടും അവർക്ക് മനസ്സില്ല കാണാൻ, കേട്ടിട്ടും കേൾക്കാൻ മനസ്സില്ല, ഗ്രഹിച്ചിട്ടും ഗ്രഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് യേശു പറയും, ഇരിക്കാൻ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് യേശു ഉപമകളാൽ സംസാരിച്ചത്? ഉപമയുടെ കഥ ഇവർക്ക് പിടികിട്ടും, കഥയുടെ പിന്നിലുള്ള കാര്യം ഇവർക്ക് പിടികിട്ടത്തില്ല. കാരണം എന്താ അറിയോ? മോനെ, നിനക്ക് പല അവസരങ്ങൾ തന്നു മനസ്സിലാക്കാൻ, പക്ഷെ നിനക്ക് കൂട്ടാക്കിയില്ല. നീ ഗ്രഹിക്കാൻ നീ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് നീ കഥ മനസ്സിലാക്കിക്കോ, കഥയിലെ പുറയിലെ കാര്യം നിനക്ക് മനസ്സിലാവത്തില്ല. ഇതിനേക്കാൾ വലിയ ന്യായവിധി വല്ലതും വേണോ? എന്തോ വലിയ ന്യായവിധി. कितना बड़ा जजमेंट है, जरा देखिए. अभी आगे जरा देखिए. പ്രോബ്ലം क्या, റൂട്ട് പ്രോബ്ലം क्या? എവിടാണ് ഈ പ്രോബ്ലം? ചെവിയാണോ? കണ്ണാണോ? കണ്ണും ചെവിയൊന്നുമല്ല. മുമ്പോട്ട് നോക്കിക്കേ, 14 verses. उनके विषय में यशाया की यह भविष्यवाणी पूरी होती है, तुम कानों से तो सुनोगे पर समझोगे नहीं, और आंखों से तो देखोगे पर तुम्हें न सूझेगा, क्योंकि इन लोगों का मन मोटा हो गया है और वे कानों से ऊंचा सुनते हैं और उन्होंने अपनी आंखें मूंद ली हैं। कहीं ऐसा ना हो कि वे आंखों से देखें और कानों से सुने और मन से समझें और फिर जाएं और मैं उन्हें चंगा करूं। देखो आपने, उनका कान क्या हो गया? ऊंचा सुनने लगा है, ऊंचा सुनने लगा है. हाँ, उर्दू ट्रांसलेशन और थोड़ा अच्छा है. उर्दू देखो 15 में क्या लिखा मालूम है? क्योंकि इस उम्मत के दिल पर चर्बी छा गया है. क्या हो गया? चर्बी. तो प्रॉब्लम कान नहीं है, प्रॉब्लम आंख नहीं है, प्रॉब्लम समझ में नहीं आ रहा वो नहीं है. बाइबल क्लास में कुछ समझ में नहीं आता. क्यों? वो पास्टर आधा हिंदी में बोलता है, आधा मलयालम में बोलता है, कुछ समझ में नहीं आता. फिर प्रॉब्लम हिंदी और मलयालम का नहीं है, प्रॉब्लम दिल में चर्बी है. दिल में चर्बी. നോക്കിക്കേ 14-ാമത്തെ വാക്യം. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും, ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അപ്പൊ ചെവിയും കണ്ണും ഒന്നുമല്ല വിഷയം. എന്തുവാ വിഷയം എന്നറിയോ? ഹൃദയത്തിൽ തടിപ്പ് വന്നു എന്ന് പറഞ്ഞാൽ, ഉറുദു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ഹൃദയത്തിന്റെ അകത്തെ കൊഴുപ്പാണ്. ഹൃദയത്തിന്റെ അകത്ത് കൊഴുപ്പ് വന്നാൽ എന്തോ പറ്റും? അറ്റാക്ക് വരും. എന്ന് പറഞ്ഞ ഹൃദയത്തിലാണ് ഈ പ്രോബ്ലം. അല്ലാതെ ക്ലാസ് വന്നിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. പുള്ളി ഇങ്ങനെ പകുതി മലയാളം പിന്നെ ഹിന്ദി എന്തൊക്കെയോ പറയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഹിന്ദിയും മലയാളം ഒന്നും അല്ല വിഷയം, ഹൃദയത്തിന്റെ അകത്ത് കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് എങ്ങനെ മാറും? ഈ ചർബി कैसा जाएगा? उधर लिखा है चर्बी कैसा जाएगा? और वो कानों से ऊंचा सुनते हैं और उनके अपनी आंखें बंद ही कर लिए हैं. कहीं ऐसा ना हो कि आंखों से मालूम करे, कानों से सुने, दिल से समझे और रजू लाए. रजू लाएगा तो, तौबा करेगा तो, और मैं उन्हें शिफा बख्शूंगा, मैं उनकी चर्बी को निकालूंगा, तब सुनेगा. സൗഖ്യം എങ്ങനെ വരുന്നത് അറിയാമോ? ഈ ഹൃദയത്തിലെ കൊഴുപ്പ് മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? താഴെ എഴുതിയിട്ട് നോക്കിക്കേ, അവിടെ കൊടുത്തിരിക്കുന്നത്, ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പം ഹൃദയത്തിന്റെ അകത്തുള്ള തടുപ്പ് മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? 14-ാമത്തെ വാക്യം നോക്കിക്കേ. അവർ ഗ്രഹിച്ച് തിരിഞ്ഞു കൊണ്ടാൽ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നാൽ ഞാൻ അവർക്ക് സൗഖ്യം കൊടുക്കും. ഹൃദയത്തിന്റെ തടുപ്പ് ഞാൻ മാറ്റും. ഹൃദയത്തിന്റെ തടുപ്പ് മാറിയാൽ ചെവി കൊണ്ട് പിന്നെ കേൾക്കും, ഗ്രഹിക്കും. അപ്പം മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ ആത്മീയ പക്വത ഉണ്ടാകും, तड़प मारो, दिल का चर्बी जाएगा. जब हम लोग लौट के रजू करेंगे तो जीसस विल हील अस. യേശു സൗഖ്യമാക്കും. സ്തോത്രം.
ഈ സൗഖ്യം ആർക്കും വേണ്ട. അതിലെ ഏറ്റവും വലിയ അത്ഭുതം. ഇന്നിപ്പോൾ മുട്ടുവേദന, നടുവേദന, കാലുവേദന, മൊത്തം അങ്ങ് ബോഡിയാ. घुटना दर्द, कमर दर्द, पैर दर्द, हाथ दर्द, सब कुछ चंगाई चंगाई चंगाई. अरे मेरे प्रियो, घुटना दर्द रहने दो, कमर दर्द रहने दो. मैं छोटा करके नहीं बोल रहा हूँ, लेकिन सबसे बड़ा चर्बी हमारे दिल से निकल जाने के लिए हम लोग प्रार्थना करें. ഹീൽ മീ, ഹീൽ മൈ അപ്പോസ്റ്റസി. എൻ്റെ ഹൃദയത്തിൻ്റെ ആ തടുപ്പ് കർത്താവേ അവിടുന്ന് സൗഖ്യമാക്കണം. എൻ്റെ മുട്ടുവേദന മാറി, എൻ്റെ മുട്ടിൻ്റെ തടുപ്പ് മാറിയിട്ട് എൻ്റെ ഹൃദയത്തിൽ തടുപ്പുണ്ടെങ്കിൽ എന്താ പ്രയോജനം കർത്താവേ? എൻ്റെ മുട്ടുവേദന മാറ്റി നടത്തോ, കൂടെ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ തടുപ്പ് മാറ്റണമേ എന്ന് ഞാൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നു എന്ന് നമുക്കൊന്ന് പറയാം. ലോട്ട് കേങ്കെ ഹീബ്രൂസ് ചാപ്റ്റർ 6, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. ചാപ്റ്റർ 6 verses 3, 6:3. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. और यदि परमेश्वर चाहे तो हम यही करेंगे. You know what is the next thing? Spiritual maturity. कौन चाहना चाहिए? परमेश्वर चाहना चाहिए. तो उसका मतलब पूरा परमेश्वर पर छोड़ दे? नहीं. मुझे बाइबल पढ़ने का मेरा जिम्मेदारी है, प्रार्थना करने का मेरा जिम्मेदारी है, तौबा करके रजू लेना मेरा जिम्मेदारी है. मैं जब भी अपना जिम्मेदारी निभाऊंगा, परमेश्वर मुझे ताकत और हीलिंग, और परमेश्वर मुझे सहायता करेगा आत्मिक जीवन में बढ़ने के लिए. നോക്കിക്കേ, 3-ാമത്തെ വാക്യം, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. അപ്പൊ ആത്മീക വളർച്ച ആര് അനുവദിക്കണം? കർത്താവ് അനുവദിക്കണം. അപ്പൊ കർത്താവ് അനുവദിക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് പൂർണ്ണമായി കർത്താവ് എല്ലാം ചെയ്തോട്ടെ, ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നോളാം, അങ്ങനാണോ എൻ്റെ അർത്ഥം? അല്ല അല്ല അല്ല. ഇതുവരെ പറഞ്ഞത് അവർ ചെയ്യേണ്ട കാര്യമാണ്. കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി പാല് കൂടി നിർത്തണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നന്മ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബോധപൂർവം എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. അങ്ങനെ ഞാൻ തീരുമാനങ്ങൾ എടുത്ത് ദൈവസന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരുമ്പോൾ ദൈവം എന്നെ ആത്മീയ പക്വത പ്രാപിക്കാൻ വേണ്ടി അനുവദിക്കും, ബലം നൽകും, പ്രാപ്തി നൽകും, കൃപ നൽകും, അവസരങ്ങൾ നൽകും. കർത്താവ് അങ്ങനെ നമുക്ക് അവസരം നൽകട്ടെ. देखिए 5:11 से लेके 6:2 तक हमारा रिस्पॉन्सिबिलिटी के बारे में लिखा है. दूध पीने का वो छोड़ दो, सॉलिड फूड खाओ करके हमारा रिस्पॉन्सिबिलिटी है. ऊंचा कान जो है आपका वो उसको हटाओ, कानों से सुनो, ये हमारा रिस्पॉन्सिबिलिटी है. हमारा रिस्पॉन्सिबिलिटी खाली नहीं है. 6:3 में लिखा है गॉड शुड परमिट दैट. परमेश्वर अगर वो परमिट करेगा तो वो होगा. It is by God's grace we grow. It is by God's power we grow. കർത്താവിൻ്റെ ബലത്താലാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്, കൃപയാലാണ് ഞാനും നിങ്ങളും വളരുന്നത്. അങ്ങനെ ആത്മീക പക്വത പ്രാപിക്കാൻ പ്രിയരെ, അല്ലെങ്കിൽ പിന്മാറ്റം വന്നു എന്ന് നമുക്ക് അറിയത്തുപോലുമില്ല. പിന്മാറിപ്പോവും. സ്തോത്രം. പാല് കുടിക്കേണ്ട ഒരു പ്രായമുണ്ട്, കട്ടിയായുള്ള ആഹാരം കഴിക്കേണ്ട പ്രായമുണ്ട്. കട്ടിയുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ആർക്ക് മനസ്സിലാകാത്ത കാര്യം എനിക്ക് മനസ്സിലായി എന്നുള്ളതല്ല. ക്രൈസ്റ്റ്, ക്രിസ്തുവാണ്. ക്രിസ്തു ആരാണെന്ന്, ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ വന്ന് അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുക. ക്രിസ്തു പഠിപ്പിച്ച കാര്യം ഞാനത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് പക്വത വരുന്നത്. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുക. ക്രിസ്തു കാണുന്നത് പോലെ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും കാണുക. നിത്യതയുടെ ദർശനം നാം പ്രാപിക്കുക. പിന്മാറാകാതെ മുന്നേറുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. बिना पीछे हटे हुए बढ़ने के लिए प्रभु मुझे और आप लोगों को शक्ति और सामर्थ्य. स्पिरिचुअल मैच्योरिटी क्या है? Christ is the center of spiritual maturity. To become like Christ, to know Christ. ये ऊंचा सुनने का ये जो है, इसमें से तौबा करेंगे, प्रभु की ओर लौट के आएंगे. ആത്മിക മന്ദത, ആത്മിക അലസതകൾ, അതിൽ നല്ലൊരു മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാം. കർത്താവേ,
എൻ്റെ ഹൃദയത്തിലെ തടുപ്പുകളെ അവിടുന്ന് സൗഖ്യമാക്കണമായി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷാൽ വി ക്ലോസ് അവർ ഐസ് ആൻഡ് ലെറ്റ്സ് പ്രേ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം.